ഈ ക്രൈം റേറ്റ്സ് കൂടിയ പോലെ എന്തെങ്കിലും തോന്നി പെട്ടെന്ന്? ഇപ്പോഴായിട്ട് ഭയങ്കര ചർച്ചയാണ് മയക്കുമരുന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര മയക്കുമരുന്ന്, സിന്തറ്റിക് ഡ്രഗ്സ് ആണ് എല്ലാം കാരണം. ഇതിനു മുമ്പ് കഞ്ചാവോ ഏണ്ടൊക്കെ പറഞ്ഞ സാധനത്തിലേ നിന്ന് ഈ പ്രശ്നം. അതിനു മുമ്പ് മദ്യപാനം. മദ്യപാനം. അതിനു മുമ്പ് വെറും തെങ്ങും കള്ള്. അതിനു മുമ്പ് ബ്രിട്ടീഷുകാര്. അതിനു മുമ്പുള്ളവർക്ക് ഇത് അറിയാനുള്ള ബുദ്ധിയും ബോധവും ഇല്ല. ബ്രിട്ടീഷുകാർ ആണ് നമ്മുടെ അറിവിൽ ആദ്യത്തെ പ്രശ്നക്കാർ. അവർ കാരണം ഇന്ത്യ ഇങ്ങനെ നശിച്ച് കിടന്നേച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തെങ്ങുകൾ പോലത്തെ സാധനത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. കഞ്ചാവ് വന്നുകൊണ്ട്, പക്ഷെ എന്നാലും കഞ്ചാവ് ബാൻ ചെയ്യുന്നത് ഏകദേശം 1980 ആ സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഈ കള്ളും കഞ്ചാവും എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ ഈ കഞ്ചാവിൻ്റെ കാര്യത്തിൽ അന്ന് ഈ കള്ളും കഞ്ചാവും കമ്പയർ ചെയ്യുമ്പോൾ കള്ളിൻ്റെ അത്ര ശല്യമില്ല അന്ന് ഈ കഞ്ചാവിന്. കഞ്ചാവ് അടിച്ചിട്ട് ഈ പണിയെടുക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ പണിക്കാരൊക്കെ, എനിക്ക് എൻ്റെ ഓർമ്മ ഒരു പണ്ട് ആൾക്കാർ പറയുന്നത് ഈ പണിക്കാർ, അതായത് കൂലിപ്പണിക്കാരനും ലോഡിങ്ങുകാരും ഒക്കെയാണ് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. ഒരു സമയം ഒരു പ്രായമാണ്, എന്നെ നമുക്ക് കൊച്ചിലേക്ക് അറിയാവുന്നൊരു കാര്യമാണ്. 1995 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ ലോ ക്ലാസ് പീപ്പിൾ, അവരൊക്കെയാണ് ഈ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന് മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹൈ ക്ലാസ് ടീമിൻ്റെ പരിപാടിയാണ്. കുപ്പിയിലൊക്കെ മറ്റേ കളർ മദ്യം, വിദേശ മദ്യം എന്നാണ് പറയുന്നത്. ലോക്കലുണ്ടെന്ന് പട്ടച്ചാരായം. ചാരായമായിരുന്നു ഭയങ്കര വിഷയം. ചാരായം കാരണം ഇവിടെ കുടുംബങ്ങൾ കുളം തോണ്ടുന്നു. ചാരായം കുടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാണങ്ങൾ ഇറങ്ങി അന്ന് കിടന്ന് ഇതുപോലൊക്കെ കുറേ കാണിച്ചു കൂട്ടി. അപ്പോഴും പ്രശ്നം സെയിമാ. ഇവിടെ ഈ പറഞ്ഞ പോലെ പിടിച്ചുപറി, ബലാത്സംഗം, കൊലപാതകം, മോഷണം. ഓവർ പോപ്പുലേഷനെ പറ്റിയോ പൊല്യൂഷനെ പറ്റിയോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയോ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറും പോലീസിനും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി, ഈ കാര്യങ്ങളെപ്പറ്റി, ഹെൽത്ത് റിലേറ്റഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്താണ്. ഈ പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിന് ഇപ്പോഴത്തെ കാലം, അന്ന് ഇവർക്കിത് അറിയത്തില്ല. പഴയ ആളുകൾക്ക് ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന്. യഥാർത്ഥ പ്രശ്നം മെൻ്റൽ ഹെൽത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് MDMA പുകയോ അല്ല MDMA പൊടി പറപ്പിക്കലോ, കഞ്ചാവിൻ്റെ പുക ഊതി മറയ്ക്കലോ, അല്ലെ മദ്യമൊഴിച്ച് മുക്കലോ, പൊടിയിട്ട് മൂടൽ, അങ്ങനെ വേണം പറയാൻ. അതായത് മദ്യമൊഴിച്ച് മുക്കുകയോ കഞ്ചാവിൻ്റെ പുക ഉപയോഗിച്ച് മറയ്ക്കുകയോ MDMA പൊടി ഉപയോഗിച്ച് മൂടുകയോ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അന്നും ഇന്നും ഇതെന്ന് മെൻ്റൽ ഹെൽത്തിലേക്ക് ശ്രദ്ധ പോകുന്നു അന്ന് വരെ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇത് ആരോഗ്യ സുരക്ഷാ വകുപ്പിൻ്റെ വീഴ്ചയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വകുപ്പുണ്ടാക്കിയപ്പോൾ തൊട്ട് മെൻ്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യാതെ ഈ കണ്ട ഉടായ്പൊക്കെ കാണിച്ച് നടന്ന്, ഉടായ്പ കാണിക്കുന്ന മാത്രമല്ല അതിനോളം ബോധമുള്ള ആളുകളൊന്നും ഇപ്പോഴും ഈ നമ്മുടെ ഭരണ സംവിധാനത്തിലൊന്നും ഇല്ല. ഇവർക്കൊന്നും ഇവർ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റത്തുമില്ല. മനസ്സിലായോ? ഈ പറഞ്ഞ നമ്മളീ കാണുന്ന മന്ത്രിമാരെന്നും അല്ലാതെ പല പൊസിഷനിലിരിക്കുന്ന ഇവിടുത്തെ പോലീസിലാണേലും IAS കമ്മീഷണറോ IPS എന്ത് വേണേ ആയിക്കോട്ടെ, മറ്റേ സെക്രട്ടേറിയറ്റ് ജോലി എടുക്കുന്നവരോ, എവിടത്തെ വലിയ മറ്റിടത്തെ കുലജാതനാണേലും അവർക്ക് ഈ സാധനം അറിയത്തേ ഇല്ല. കാരണം അവർ പഠിച്ചു വന്ന കാലത്തൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റേ ഇല്ല. സബ്ജക്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിലില്ല. എനിക്കറിയത്തില്ല. ഞാനൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴേ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പഠിച്ചത്. ഞാനും സൈക്കോളജിയൊക്കെ പഠിക്കാൻ പോയി, പക്ഷെ എനിക്കത് പരീക്ഷ പാസ്സാക്കാനുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലില്ല.
പഠിച്ചാൽ ഒന്നും ഞാൻ ജയിക്കത്തൊന്നുമില്ല, പരീക്ഷ ഒന്നും എഴുതുമ്പോൾ ജയിക്കാറില്ല, തോറ്റു പോകുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പഠിക്കാനൊക്കെ മോശമാണ്. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമായിരുന്നു. എന്താണെന്നറിയത്തില്ല, പഠിക്കുന്ന സമയത്ത് മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം. പഠിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലേ? അവർക്ക് സമയമില്ലല്ലോ ഇത് ശ്രദ്ധിക്കാൻ. മറ്റു ജോലികളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ലേ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 തലമുറ മുമ്പ് ഉള്ളവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഈ കള്ളാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെ പൂർണ്ണമായിട്ടും നമുക്ക് ക്ഷമിക്കാം. പക്ഷെ കഞ്ചാവാണ്, അത് കഴിഞ്ഞിപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ആണെന്ന് പറയുന്നിടത്ത് വരുന്ന അവൻ്റെയൊക്കെ ബോധമില്ലായ്മ, ചിന്തിക്കാൻ ശേഷി ഇല്ലാത്തതാണോ അതോ മനഃപൂർവ്വം ചിന്തിക്കാത്തതാണോ വരെ എനിക്ക് സംശയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോൾ തെങ്ങും കള്ള് കേട്ടോ, വിദേശ മദ്യത്തെയൊക്കെ അങ്ങ് വിടാം. അന്ന് മുതൽ ഇത് തന്നെയല്ലേ ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സബ്സ്റ്റൻസ്, ഒരു എന്താ പറയണ്ടേ, റിക്രിയേഷണൽ ഡ്രഗ് ഓർ വാട്ടെവർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സബ്സ്റ്റൻസ്. അത് എന്ത് വേണേലും ആവാം. ഇനിയും ചിലപ്പോൾ പുതിയത് കണ്ടെത്തിയെന്നിരിക്കും. പല തരം ലേറ്റസ്റ്റ് ആയിട്ടും ചിലപ്പോൾ ഇറങ്ങി കാണുമ്പോൾ അത് നമ്മളറിഞ്ഞ് കാണത്തില്ല. ഒരു സമയത്ത് വേറെ പ്രശ്നമുണ്ടാകുന്നു. ഡ്രഗ്സ് എന്ന് പറയുന്നത് മൊത്തം ഈ മെഡിക്കൽ എന്താ പറയണ്ട, ഈ അനസ്തെറ്റിക് ഡ്രഗ്സ്, പെയിൻ കില്ലേഴ്സ്, സെഡേറ്റീവ്സ്, ആൻറ്റി ഡിപ്രസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, പെയിൻ കില്ലേഴ്സൊക്കെയാണ് പണ്ടൊരു സമയത്ത് അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെത്തഡിൻ, മോർഫിൻ, നൈട്രവെറ്റ്, നൈട്രസെന്ന്, പിന്നെന്താ കോറക്സ്, കഫ് സിറപ്പ്, സ്പാസ്മാപ്രോക്സിഗോൺ, കിറ്റാമിൻ, എന്തൊക്കെ സാധനമാണ് അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പഴയ റേപ്പ് കേസുകൾ, ജോണി വാക്കർ സിനിമയ്ക്കകത്ത സാമിയെ പോലത്തെ ക്യാരക്ടറൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പണ്ട് ഒരൊറ്റ സാമിയെ ഉള്ളതാണ്, പാവം സാമി, എന്നെ സാമി അത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇങ്ങനൊരു അബ്യൂസ് നടന്നത്. റേപ്പ് ഡ്രഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിറ്റാമിൻ യൂസ് ചെയ്യുക. അന്ത കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പം TD ജെസിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക, കുറേ ഉണ്ട് ഡ്രഗ്സ്. അന്ന് അതാന്നു ഇന്നത്തെ തലമുറ നശിച്ചതും ഈ കേരള സമൂഹം ഇങ്ങനെയായതും ആദ്യം വിദേശീയർ കൊണ്ടുവന്ന, പിന്നെ മറ്റേ ഉണ്ടല്ലോ എന്താ പറയാ, വാലന്റൈൻസ് ഡേ, ഇതൊക്കെയാണല്ലോ നമ്മളെടുത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന വലിയ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും ഇവിടെ മനുഷ്യനെ നശിപ്പിക്കുന്നത് നമ്മളിവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനകത്ത് റിലീജിയൻ ഉണ്ട്, പിന്നെ കാസ്റ്റ്, പിന്നെ ഈ പൊളിറ്റിക്സ്, ദേശീയത, ദേശത്തോടുള്ള ഒരു മണ്ണിനോടൊക്കെയുള്ള സ്നേഹമുള്ളൂ. പെണ്ണിന് പകരം മണ്ണിനെ സ്നേഹിക്കുക, മണ്ണിനെ ഭോഗിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരത്തില്ലേ? അതൊക്കെ ഭയങ്കര എന്തുതരം അസുഖമാണ് നിങ്ങളൊന്നും ആലോചിക്കുക. അതൊക്കെ രോഗാവസ്ഥയല്ലേ, അതൊക്കെ ട്രീറ്റ് ചെയ്യണ്ടേ. അല്ലാതെ പെണ്ണിന് പകരം മണ്ണിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഇവന്മാർ മണ്ണിൽ കുട്ടികളെ ഉണ്ടാക്കും. മനസ്സിലായോ? സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരിക്കും. പെണ്ണിന് പകരമൊക്കെ മണ്ണിനെ സ്നേഹിക്കണമെന്നുണ്ട് എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചു. ഇവനൊക്കെ മണ്ണിനെ ഞാൻ പറയുന്നില്ല. അയ്യോ, അത്രയും മണ്ടത്തരങ്ങൾ ഇവിടെ പോട്ടെ. ഇവർ ഈ പറയുന്ന പോലെ കൊലപാതകത്തിൻ്റെ നിങ്ങൾ ക്രൈം റേറ്റ്സ് എടുക്ക്, മർഡേഴ്സ് എത്ര ആണെന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തെ എടുക്ക്, ഒരു ചുക്കും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, ഒരു കാര്യമില്ല. അത് വെറുതെയാ. ഇനി അങ്ങനെ വല്ല കണക്കുണ്ടാക്കിയാൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സമയത്ത് എനിക്ക് ജനിച്ചു വളർന്ന കാലം തൊട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്ക്. പണ്ടൊക്കെ ഈ കോളേജ് ക്യാമ്പസിൽ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാവുമെന്ന്, ഇപ്പം ഈ പിള്ളേർ തമ്മിൽ അടി ഉണ്ടാകുന്ന പോലെ ഇപ്പം തല്ലിക്കൊന്നു, അതാക്കി, നെഞ്ചക്കനടിച്ച്, എന്തായിരുന്നു അത്. പണ്ട് കോളേജിൽ ഇപ്പം എവിടെ, റാന്നി സെൻറ് തോമസ് കോളേജിലാണെന്ന് തോന്നുന്നു, സെൻറ് തോമസ് കോളേജ് എവിടെയാണോ, അവിടെ എങ്ങനല്ലേ വെള്ളത്തിൽ ചാടി ഓടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ഇഷ്ടിയൊക്കെ എറിഞ്ഞു പോകുന്നത് സ്റ്റുഡൻസ്. റാഗിങ് എന്നും പറഞ്ഞാൽ ഇപ്പോൾ 2ാമത് ട്രെൻഡിങ് ആയിട്ടുണ്ട്. പണ്ട് റാഗിങ്ങിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടു. റാഗിങ് സിനിമകളൊന്നും കണ്ടിട്ടില്ല. വിനീതിൻ്റെ മുകളിൽ മോഹൻലാൽ കയറിയിരുന്ന് വിനീത് ചോര സതിച്ച് മരിക്കുന്നൊരു പടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദേവദുന്ദുഭി
സാന്ദ്രലയം. ആ പാട്ട് അതിനകത്താണോ? എന്തോ ആണ്, ആർക്കറിയാം. അങ്ങനെ കണ്ട അതാണെന്ന് തോന്നുന്നു. എനിക്ക് ആ പാട്ടിന്, ആ സിനിമയും പാട്ടും ഭയങ്കരമായിട്ട് അങ്ങ് എന്തോ പ്രശ്നം ഉണ്ടാക്കി കുഞ്ഞാന്നപ്പോൾ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ പേടി വരുമായിരുന്നു. അതുപോലൊരു പടമാണ് യാത്ര, മമ്മൂട്ടിയുടെ. അതിനകത്ത് ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, അതതിനകത്തല്ലല്ലേ? ഈയൊളിവിൻ പൂക്കൾ ചൂടിയാടും രാവിൽ, അതാണോ? യാത്രയിലൊരു പാട്ടുണ്ട്, നോക്കട്ടെ. അത് അല്ല, അതേതാണോ? ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടി തോന്നുന്നതാണ്. ദേവദുന്ദുബി സാന്ദ്രലയം വികാര സോപാന ഗാനലയം ജാനമുണർത്തും, അങ്ങനെ കണ്ട മൃദുവല്ലവിയിൽ ഗമനലയം ദേവദുന്ദുബി. തന്നെന്നം താനെന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി, ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ, ഒന്നാന കുന്നിൻ്റെ ഓമനകൾ, കാടിൻ്റെ കിങ്ങിണികൾ, തന്നെന്നം താനെന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി, ഒന്നിച്ച് രണ്ടാമൽ പൈങ്കിളികൾ, ഒന്നാന കുന്നിൻ. അന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പാടും. ഇന്നാണേലും ബസ്സിൽ എഴുന്നേറ്റ് ഇരുന്ന് തുള്ളണം. ബസ്സിൽ കയറിയാൽ എങ്ങനെയാണെന്ന തരത്തിലൊരു പാട്ടുകൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു DJ ഫ്ലോർ പോലെ ആക്കുക. അത് ഈ പറഞ്ഞ കുറച്ച് ഇങ്ങനത്തെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡെവലപ്ഡ് കൺട്രീസിൽ ആരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? UK ജീവിക്കുന്നവർ കാനഡയിലൊക്കെ പോയി, മലയാളികളുടെ സംഗമത്തെ പറ്റിയല്ല കേട്ടോ, അവിടെ ഉള്ളവർ ആരെങ്കിലും ഇങ്ങനെ ബസ്സിലൊക്കെ കിടന്ന് തുള്ളുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പണ്ടൊക്കെ ഇരുന്ന് പാടിക്കൊണ്ടിരുന്നു, ഇപ്പം അങ്ങനെയല്ല, നിന്ന് തുള്ളുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് വന്നു, കാറ്റാടി തണലും തണലത്തര മതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. എന്നോ വാക്കുകൾ, എൻ്റെ അർത്ഥമാ. അങ്ങനെ ഈ ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ മറ്റേത് ദേവദുന്ദുബി അത് തന്നെയാണോ? ദേവദുന്ദുബിയുടെ കാരണം ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സംശയം മൊത്തം അതാ. ഈ ഇങ്ങനെയൊക്കെയുള്ള പറയുന്നേ, ദേവദുന്ദുബി സാന്ദ്രലയം, അതല്ല കേട്ടോ, ആ പടമല്ല. അതെന്നും കണ്ണേട്ടൻ്റെ എന്ന് പറയുന്നൊരു പടത്തില്, അതല്ല. ഇപ്പോൾ എനിക്ക് ഈ പടം ഏതാണെന്ന് ഞാൻ മറന്നുപോയല്ലോ. എനിക്ക് പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ പേടിയാണ്. എന്താണെന്നറിയത്തില്ല, ചില പാട്ട് നമുക്ക് എന്തോ പേടിപ്പിക്കുക. അതിന് കാരണം എനിക്ക് അന്ന് വല്ല വീട്ടിൽ വല്ലടി കിട്ടിയിട്ട് പേടിച്ചതാണോ, അല്ല വീട്ടിൽ അങ്ങനെ വല്ല അവസ്ഥ ഉണ്ടായപ്പോഴാണോ ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ കാരണം കൊണ്ട് ആ പാട്ട് ഇഷ്ടമില്ല. മറ്റേ പടം ഓർക്കുന്നുണ്ട്, പക്ഷേ ഇതല്ല പടമെങ്കിലും പറഞ്ഞു വന്ന കാര്യം മനസ്സിലായോ? എന്ന് ഈ റാഗിങ് കൊണ്ടൊക്കെ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ക്യാമ്പസിലും സ്കൂളുകളിലും ഒക്കെ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യണ്ടേ? പഠനം അങ്ങ് നിർത്തിയേക്കാം, കോളേജുകളെല്ലാം അങ്ങ് പൂട്ടിയേക്കാം. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ +2 ആക്കി ഉടനെ, പ്രീ ഡിഗ്രി വേണ്ട, +2 ആക്കിയേക്കാൻ. ഇപ്പം കണ്ടു കിടക്കുന്നു. എത്ര നാളുണ്ടാകുന്ന അതിൻ്റെ എഫക്റ്റ്? ഇതാണ് പറയുന്നത്, ഇവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പരിഷ്കാരങ്ങളൊന്നും അല്ല, ഒരു താൽക്കാലികമായ ഒരു സൊല്യൂഷൻ. എന്നിട്ട് ഇവരെ അങ്ങ് മാറ്റി അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് നിർത്തിയേക്കാൻ. അവർ പിന്നെ ഇങ്ങോട്ട് വരുമോ വരാതിരിക്കുമോ? നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്ന് അങ്ങോട്ട് മാറ്റിയേക്കൊന്ന് പറ്റിച്ചേക്ക്. ഇവിടെ ഇരിക്കുന്ന പൊട്ടന്മാരെയൊക്കെ പറ്റിച്ചിട്ട് വേണമല്ലോ നമുക്ക് തിന്നു മുടിക്കാൻ. അതിന് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു അന്തസ്സുള്ളൊരു സൊല്യൂഷൻ ഏതാ ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന ഇമാർ? ഒന്ന് പറഞ്ഞേ, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വണ്ടി ആയതുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചപ്പോൾ പെയിന്റ് അടിക്കുക. ഇമാര് മണ്ടത്തരം കാണിച്ച് ഓരോന്ന് ആൾക്കാരെ പൊട്ടുകളിപ്പിക്കാനല്ലാതെ, ഇവിടുത്തെ മണ്ടന്മാരെ വിഡ്ഢികളാക്കാനല്ലാതെ, വിഡ്ഢികളാക്കുന്ന മണ്ടന്മാരും മണ്ടന്മാരാക്കുന്ന വിഡ്ഢികളും മണ്ടന്മാരെ പോലത്തെ വിഡ്ഢികളുമായ ആളുകളെല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ചെറിയ പൊട്ടത്തരം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ കൊള്ളാവുന്നൊരു സൊല്യൂഷൻ ഒരു തെണ്ടി ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങൾക്കും കുറവുകൾ സംഭവിക്കാത്തേ. വലിയ വലിയ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ക്രൈംസ് ഒക്കെ കുറച്ചു, മനസ്സിലായില്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പൂർണ്ണമായും സമാധാനത്തോടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ശരിയാണ്. പ്രശ്നങ്ങളില്ലാതെ മനുഷ്യന് പറ്റത്തില്ല. മാനസിക നില തെറ്റി ആളുകൾ കാണിക്കുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. അല്ലാതെ ഇത് ഒരു ദേഷ്യം പെട്ടെന്നുണ്ടായാൽ അപ്പം തന്നെ ഒരു കൊലപാതകം നടന്നെന്ന് വരാം.
ആ ദേഷ്യം ഉണ്ടാകുന്നത് തന്നെ ഭയങ്കര രസമാണ്. ഈ നാട്ടിലെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഏതോ പ്രായത്തിലൊക്കെ പല സമയത്തായിട്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ലേ? ഇല്ലേ? എല്ലാവർക്കും തോന്നുന്നില്ലായിരിക്കും. ഇവിടെ ഒരു 90% ആൾക്കാർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പലരും ശ്രമിച്ചിട്ടുണ്ട്, പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, എത്ര ദിവസം ഇത് ആലോചിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ചത്താ കൊള്ളാൻ തോന്നിപ്പോയി ഇവിടെ ജനിച്ച് വളർന്നിരുന്ന ഒരു പ്രായം എത്തിയപ്പോഴത്തേക്കും. അത്രയ്ക്കും പീഡനങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അനുഭവിച്ചിരിക്കും ഈ നാട്ടിൽ. അത്രയ്ക്കും നശിച്ച നാടാണ് ഇന്ത്യ. വൃത്തികെട്ട രാജ്യമാണ് ഇന്ത്യ. വൃത്തികെട്ട രാജ്യം, വൃത്തിയില്ലാത്ത രാജ്യം. അന്തസ്സും അഭിമാനവും മനസ്സിലാക്കി തരാൻ പോലും പറ്റാത്ത അന്തസ്സ് എന്നൊക്കെ പറയുന്നത്, അഭിമാനം എന്നൊക്കെ പറയുന്നത് ഓച്ചാനിച്ച് നിൽക്കുന്നതൊക്കെയാണോ? എല്ലായിടത്തും ചെന്ന് എറാൻ മൂളി നിൽക്കുന്നവനെയാണോ ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അല്ലേ? എല്ലാവർക്കും തോന്നിയിട്ടില്ല ആത്മഹത്യ ചെയ്യണമെന്ന്? എല്ലാ രാജ്യത്തും ഇങ്ങനെയാണ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനത്തിനെ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ അതൊക്കെ കുറയും. സ്വാഭാവികമായി അവിടുത്തെ മനുഷ്യർ ചിന്തിക്കാതെ പോവും. ആത്മഹത്യ ചെയ്യുന്ന എന്തിനാന്ന് ചോദിക്കും. ആത്മഹത്യയോ? പിന്നെ അവർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ദയാവധം പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ ലീഗലായിരിക്കും. മനസ്സിലായോ? ഇവിടെ ആത്മഹത്യ ചെയ്യുന്നതിന് അത്ര ആൾക്കാരൊന്നും ദയാവധം പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ അത് ഇല്ലീഗല. അതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഈ റിലീജിയൻ കൊന്ന എത്രയും പേരെ ഏതെങ്കിലും ഡ്രഗ്സോ മദ്യമോ കൊന്നിട്ടുണ്ടോ? ഒരു ഇൻടോക്സിക്കേഷനും ഇല്ലാതെ ഒരു മനുഷ്യന്റെ കൈ വെട്ടി, മുസ്ലിം ഏതോ വിഭാഗം ഒരു ജോസഫ് മാഷിന്റെ കൈ വെട്ടി എന്ന് പറഞ്ഞ വാർത്ത ഭയങ്കരമാണ്. ബോംബ് പൊട്ടിച്ചേക്കുന്നു. കുനിഞ്ഞു നിന്ന് ബട്ടൺ ഞെക്കി, നിന്നെ കൊന്ന് അപ്പൊ തന്നെ ഞാനും ചാവടാ. പഴയ നാദൃഷയുടെ ഇതാ ഏതോ ഒരു പാട്ട്, ഇത് മറ്റേ എന്താ പറയുന്നത്, ഹൈറൻസ് അല്ല മറ്റേ ഇവരുണ്ടല്ലോ, രാജീവ് ഗാന്ധിയൊക്കെ വന്ന സമയത്ത് അന്ന് ഈ പാരഡിയാ. ഇവിടെ ഇപ്പൊ ഫോണൊക്കെ, ഈ ഫോണിലൊക്കെ എന്നെ വിളിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മനസ്സിലായോ? എന്തൊക്കെ തരം അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ജാതിയും മതവും പറഞ്ഞു മനുഷ്യരെ ഇങ്ങനെ അവര് വേറെ ഇവര് വേറെ അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഈ മനുഷ്യന്റെ തലേന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ആദ്യം എടുത്തു കളഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. അതിനൊരു ശ്രമവും ഇല്ല. പിന്നെ ഇവിടുത്തെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ല. ഇതിൻ്റെയൊക്കെ അവസാനം നിൽക്കുന്നതാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒരു മാനസിക പ്രശ്നമുള്ള ആള് എത്തിപ്പെടുന്നൊരു സ്ഥലം മാത്രമാണ്. അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുള്ള ഒരാള് ആണ് അബ്യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഡ്രഗ്സും മദ്യവും ഒക്കെ. മനസ്സിലായോ? കൊലപാതകങ്ങൾ മൊത്തം അങ്ങ് മദ്യപിച്ചത് കൊണ്ടും, ആക്സിഡൻസ് മുഴുവനും മദ്യപിച്ചത് കൊണ്ടും, അല്ലെങ്കിൽ ഇവിടെ നടന്ന റേപ്പ് ഇതെല്ലാം മദ്യപിച്ചതോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതോ കൊണ്ടോ ആണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അടിച്ച മുഴുവൻ ആൾക്കാർ ഇത് ചെയ്യണം. സിമ്പിൾ ലോജിക്കൊക്കെ വെച്ചിട്ട് സംസാരിക്കാൻ നമുക്ക്. എല്ലാവർക്കും ഇങ്ങനെയാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത്. അടിക്കുന്നവർ എത്രയോ പേരുണ്ട്? ആരെങ്കിലും ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ? അടിച്ചുകൊണ്ടിരുന്നവരല്ലേ കൂടുതലും. കഞ്ചാവ് അടിക്കാത്തവരൊന്നും ഇല്ല. അതിവിടുത്തെ ഈ പറഞ്ഞ പോലീസുകാരനും അടിക്കുന്നുണ്ട്, ജഡ്ജി വരെ അടിച്ചവരൊക്കെ ആയിരിക്കും ഇവിടെ ഇരുന്നേക്കുന്നത് പലരും. പിന്നെ എല്ലാം രഹസ്യമായിട്ട് വെച്ചേക്കുന്നു, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ചെയ്യുന്ന ആരാ? അടിയുണ്ടാക്കാനും കൊല്ലാനും വെടിവെക്കാനും ബോംബ് പൊട്ടിക്കാനും ഒക്കെ ആരെ കൊണ്ട് പറ്റും? അതാ പറഞ്ഞത്, ഇതിനകത്തൊരു ചതിയും വഞ്ചനയൊക്കെ ഉണ്ടെന്ന്. കണ്ണി പൊടിയിടുവാണ്. പിള്ളേർ മൂക്കി പൊടി കയറ്റുമ്പോൾ ഭരണകൂടം ഈ മനുഷ്യരുടെ കണ്ണിൽ മുഴുവനും പൊടിയിടും. പിള്ളേർ കഞ്ചാവ് വലിക്കുമ്പോൾ ഭരണകൂടം പുകച്ച് പുറത്തേക്ക് അടിക്കും. അല്ല, പുക കൊണ്ടങ്ങ് മറയ്ക്കും. മാസ് പോപ്പുലേഷന് ബുദ്ധിയും വിവരവും ഇല്ല, ചിന്തിക്കാൻ ശേഷിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ ആരുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ വന്ന ഒരാൾക്കും ചിന്തിക്കാൻ ശേഷി കാണത്തില്ലല്ലേ? ശരിയാ. പിന്നെ വളരെ കുറച്ച് പേര് വല്ലതും ഇച്ചിരി മാറ്റി പറഞ്ഞാൽ അവന്മാർക്ക് പ്രാന്തോ അല്ലെ അവൻ എന്തോ സാമൂഹ്യ വിരുദ്ധനോ അങ്ങനെയൊക്കെ പറയാവോ? പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ ഇപ്പൊ സിനിമ മോഹൻലാലിനെ കൊണ്ട് പറയും ഗണേഷ് കുമാറൊക്കെ വന്നിരുന്ന കണ്ടൊക്കെ പറയുന്നത്. ഗണേഷ് കുമാറൊക്കെ പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയൊക്കെ എന്തോ ഗണേഷൊക്കെ ഇങ്ങനെ കഞ്ചാവ് വലിച്ചിട്ട് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. ഈ റബ്ബറും തോട്ടത്തിൽ ഇത് രക്തമല്ലേ? സിനിമ നല്ല സിനിമ തന്നെ, അതൊക്കെ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ കഞ്ചാവ് അടിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സിനിമയിൽ കഞ്ചാവ് അടിക്കുന്നതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളെ പോലെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. എങ്ങനെയാണേലും കൊള്ളാം.
കഞ്ചാവ് കാരണമോ മദ്യം കാരണമോ ആക്സിഡന്റിന് പിന്നെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഉണ്ടല്ലോ, ഫൈൻ പഠിക്കുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയും ആളെ പറ്റി ജീവിക്കണം അല്ലേ, സുഖമായിട്ട്. അതുപോലെ മറ്റേ ഭാര്യയ്ക്കും മക്കൾക്കും പൂക്കൾ ഷഡ്ഡി മേടിക്കാൻ, പൂക്കൾ ഷഡ്ഡി മേടിക്കാൻ ഇക്ക വിളിച്ചു പറഞ്ഞാൽ പണിയെടുക്കുന്ന പോലീസുകാരൻ. എന്ത് പോലീസുകാരനാണല്ലേ. ഭാര്യയ്ക്കും മക്കൾക്കും പൂക്കൾ ഷഡ്ഡിയും ഇലാസ്റ്റിക്കുള്ള ബ്രായും മേടിക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കുന്ന എച്ചികളായ പോലീസുകാരുള്ള നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ബാലയുടെ തക്കാപ്പിച്ചതെന്ന ചിക്കൻ കാലെറിഞ്ഞു കൊടുത്തപ്പോൾ അത് കടിച്ചു പറിച്ച പോലീസുകാരൻ. FIR തോക്ക് മനഃപൂർവ്വം മുക്കിയ തൃക്കാക്കര സ്റ്റേഷനിലെ ഏതോ ഒരു പോലീസുകാരൻ, എനിക്കറിയത്തില്ല ഇതൊക്കെ ആരാന്നും, എന്നാലും ഒന്ന് ആലോചിക്കുക. തോക്കെ അതിൻ്റെ മുന്നിൽ മീഡിയ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരാൾ അകത്തിരുന്ന് മാക്ക് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ തോക്ക് FIR ഇടത്തില്ല. കാരണം അവൻ ചിക്കൻ കാല് തിന്നുന്ന കൊതി കൊണ്ട്, ചിക്കൻ കാല് കിട്ടുമല്ലോ എന്നുള്ള കൊതി കൊണ്ട് അതൊക്കെ അങ്ങ് വിട്ട. ഈ ഇത്രയും കറപ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റത്തിനെ ആണോ അതോ ഈ പറഞ്ഞ MDMA കുഴപ്പമാണോ ഇതൊക്കെ? ഈ MDMA എന്ന് പറഞ്ഞ സാധനവും അല്ലേ എന്ത് ഡ്രഗ്സും ആയിക്കോട്ടെ, അത് ഇത്രയും ഇല്ലീഗലായിട്ട് ഇത്രയും ഭീകരമായ ട്രേഡ് നടന്നിട്ട് അറിയാത്ത പോലെയോ പിടിക്കാൻ പറ്റാതെ പോവുകയോ ചെയ്ത നിസ്സഹായരായ ആളുകളുടെ ദീനരോധനമാണോ നമ്മൾ ഈ കേൾക്കുന്നത്? ഇവന്മാർ ഇത്രയും കറപ്ഷൻ ഇവിടെ അല്ലാതെ തന്നെ എന്തെല്ലാം അട്രോസിറ്റീസ്, അതിനൊന്നും ഒരു പരിഹാരവും ഇല്ല. ആരെങ്കിലും ചെന്ന് പരാതിയായിട്ട് ചെന്ന പെണ്ണിനെ വരെ പീഡിപ്പിച്ചു പോലീസുകാർ. അത്രയും ഒന്നും ഡ്രഗ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡ്രഗ്സ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനല്ല ക്രൈം റേറ്റ്സ് പുറകോട്ട് തപ്പ്. മർഡേഴ്സ് നോക്ക്. ഞാൻ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഈ മർഡേഴ്സിന്റെ കഥ പറയുന്നുണ്ട്. ഇത്രയും മർഡർ ഇവിടെ നടന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഗ്രാഫ് എടുത്ത് ഈ വെബ്സൈറ്റിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് വന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ടെന്നറിയാം. ഇത്രയും കൊലപാതകം നടന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? ഇപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് മീഡിയയുടെ ഒരു സംഭവം, മീഡിയക്ക് റീച്ചും ഈ പറഞ്ഞ മറ്റേ റേറ്റിംഗും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വയലൻസിനോട് താല്പര്യമുള്ള, വയലൻസ് കണ്ട് എൻജോയ് ചെയ്യുന്ന ആളുകളുള്ളത് കൊണ്ടാണ് ഈ വാർത്തകളും അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലിടുന്നത്. പണ്ട് ആ എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ, എന്റർടൈൻമെന്റ് ഇല്ലാന്ന കാലത്ത് ഇവന്മാർ മനഃപൂർവ്വം ഇടാഞ്ഞതാണ്. ചിലപ്പോൾ ഇതൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അന്ന് സ്ത്രീ വിഷയമാണ്, എന്ത് പറഞ്ഞാലും പെണ്ണ് വിഷയമാണോ എന്ന് ചോദിക്കുകയാണ് മീഡിയക്കാരൊക്കെ. പെണ്ണ് ഇൻവോൾവ് ആണോ എന്ന്, അതാണ് കൂടുതൽ താല്പര്യം. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ വാർത്തകളിൽ കൂടുതലും പെണ്ണ് കേസാണ്. അവിടേക്ക് ഇങ്ങനെ ആക്കി പെണ്ണ് മറ്റേ അവിഹിതം, ബലാത്സംഗം, ഇങ്ങനെയായി. അവിഹിതം കഴിഞ്ഞപ്പോഴത്തേക്കിന് ബലാത്സംഗ കഥകൾ കൂടി. ഇപ്പം കൊലപാതകം, ബ്രൂട്ടൽ കൊലപാതകങ്ങൾ. ഇനി ബ്രൂട്ടൽ കൊലപാതകം കേട്ടാലൊന്നും പോരാ, അത് കാണുമ്പോഴേ ആ ഒരു ഇത് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലത്തെ ചാനലിൽ തന്നെ മറ്റേ CCTVയിലൊക്കെ കാണാൻ പറ്റും. എത്രയോ CCTV വിഷ്വൽസ് ഉണ്ടാവുന്നറിയോ ഇവിടെ നടന്ന കൊലപാതകങ്ങളുടെ. അതൊന്നും ഇടാത്ത. ഇപ്പോൾ 5 പേരെ കൊന്നില്ലേ, അതിൻ്റെ ഒരു വീഡിയോ വാട്സപ്പിൽ കിട്ടിയോ? ഇവരെടുക്കുന്നത് ഇങ്ങനെ നടന്നെടുക്കുന്നുണ്ട്. എല്ലാം അടിച്ച് തല ഒട്ടിച്ചിട്ടേക്കുന്നതും ആ കൊച്ചി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നതും, അതിൻ്റെ കണ്ണ് നിലത്തം കണ്ട കിടന്നത് അടിച്ച് പൊളിച്ചിട്ട്. പൊളിയാ, മലയാളി പൊളിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മലയാളി തലയടിച്ച് പൊളിക്കുന്നുണ്ട്. അങ്ങനെ പൊളിയാ. വാ പൊളിക്കും, പഴം പൊളിക്കും, ഉള്ളിയുടെ തൊലി പൊളിക്കും, തല അടിച്ച് പൊളിക്കും. അതാണ് മലയാളി. മലയാളി പൊളിയല്ലേടാ. ഇതുപോലത്തെ ഓരോ പൊട്ടത്തരം പറയുമ്പോൾ എന്തിലാട്ടെ. അപ്പോൾ ഈ ക്രൈം റേറ്റ്സ് എടുത്ത് നോക്ക്. എന്നും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഈ ബാർബേറിയൻസ് ആണല്ലോ എല്ലാം. ഇല്ല, ഇപ്പോഴും സ്റ്റിൽ വി ആർ ബാർബേറിയൻസ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഡെവലപ്ഡ് അല്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഫോൺ കയ്യിലെടുത്ത ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞില്ല. ഇതിനകത്ത് എന്ത് കാണുന്നു എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അല്ലാതെ എന്ത് ഡിവൈസ് മേടിച്ചിട്ട് എന്ത് കാര്യം, എന്ത് വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യം, AC വെച്ചിട്ട് എന്ത് കാര്യം. ഇതിനകത്തിരുന്ന് ചിന്തിക്കുന്നതും, ഇതിനകത്തിരുന്ന് പഠിക്കുന്നതും, ഇതിനകത്തിരുന്ന് മനസ്സിലാക്കുന്നതും, ഇതിനകത്തിരുന്ന് കാണുന്നതും അറിയുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കല്ലേ ഡെവലപ്മെന്റ് വേണ്ടത്. ഇവിടുത്തെ വിചാരം ഇതൊക്കെ കാണിക്കുന്ന ഡെവലപ്മെന്റ്, ഞാൻ ഭയങ്കര ഡെവലപ്ഡ് ജീവിയാണ്, കാരണം എൻ്റെ കയ്യിൽ ഫോണുണ്ട്, എനിക്ക് AC ഉണ്ട്, ഞാൻ തന്നെ ഇങ്ങനത്തെ ഉടുപ്പിടുന്നുണ്ട്, എൻ്റെ ഈ കുറേ ഗാഡ്ജറ്റ്സ്, അതൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. ആപ്പിൾ ഫോൺ മേടിച്ചാൽ അതാണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന തരം അല്പന്മാരും ബുദ്ധിശൂന്യരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ. അല്ലാതെ എന്തോ ഇരിക്കുന്നത്, എൻ്റെ ഈ പറഞ്ഞവരൊക്കെ എന്തോ ചെയ്യുന്നത്. ഇത് ഇത്രയും വലിയ ഫോൺ മേടിച്ചിട്ട് അതിനകത്ത് മറ്റേ എത്ര നേരം നിസ്കരിക്കണം, ഏത് സമയത്താണ് നോയമ്പ് തുടങ്ങുന്നത്, ആപ്പ് ഉപയോഗിക്കുന്നതാണ്. മുസ്ലിംസിൻ്റെ ഒരു ആപ്പൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേറെ ആപ്പ്, ശബരിമലയ്ക്ക് ഒരു ആപ്പ്. ഇതൊക്കെയല്ല കൈ വെച്ചോണ്ടിരിക്കുന്നത്. ആപ്പ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്ക്. ഇതിനകത്തിരിക്കുന്ന അതും അല്ലെങ്കിൽ പിള്ളേരാണ് മീഷോ ഗീഷോ കുറെ ഫാഷൻ, പൊട്ട ഫാഷൻ. ഇതൊക്കെ ഫാഷനാണോ ഈ കാണുന്നത്? അയ്യോ, കഷ്ടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. വെറും ഇതുങ്ങളൊക്കെ ഇത്രയും മെനക്കെട്ട് ഈ ഉടുപ്പെല്ലാം മേടിച്ചിട്ടിട്ട് അവസാനം ഇറങ്ങി വരുമ്പോൾ കാണുന്നത് കണ്ടാൽ തൊലിഞ്ഞിരിക്കും. ഇതിന് ഇത്രയും സെലക്ഷനും ടൈമും ഇത്രയും ആപ്പും, ഇത് നാട് നീളെ തുണിക്കട, എല്ലാം വേസ്റ്റ്.
അതേപോലെ ഇവിടെ ഒരു സായിപ്പ് വരും, ഒരു ബനിയനും ഒരു ചെറിയ നിക്കർ വിട്ട്, എന്ത് നല്ല ഡ്രസ്സിങ്. കണ്ടിട്ടില്ലേ സായിമാരൊക്കെ ഇത് കാണുന്ന പോകുന്നത്? എന്ത് രസം അവരെ കാണാൻ. എന്നുവെച്ചാൽ വെളുത്തിരിക്കുന്നതുകൊണ്ടല്ലേ മതി, ആ ഒരു ക്ലീനായിട്ട് നല്ല വേഷം, ഒറ്റ കളറും ഒരു നിക്കറും ഒരു ചെറിയ ഷൂവും, വേറെ അഭ്യാസമൊന്നുമില്ല. നെറ്റിക്ക് കുറിയും പറയും ഒന്നും ഇല്ല, മാലയും വളയില്ല, കയ്യിലെല്ലാം ചരട് അരഞ്ഞാണോ ഒക്കെ ചുറ്റിയല്ല ഒരു മറ്റേ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരുടെ ദേഹത്തൊക്കെ കയറ്, ഏലസ്, തകിട്, നെറ്റിക്ക് പറി കുറി, അവൻ്റെ അമ്മയുടെ മോതിരം 10 പേരിലേലും. എന്തോ ഒരു ജീവികളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്തോ വേറെ ഏലിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? അത്യാവശ്യം ഇതൊന്നും ഉപയോഗിക്കുക. എനിക്ക് അതേ ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരെങ്ങനെ ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിടുന്നത്? എവിടെ ഇത്രയും സമയം ഇരിക്കുന്നത്? അയ്യോ എന്തോ വൃത്തികേടാ. എന്നിട്ട് എണ്ണയൊക്കെ തേച്ച് നാറ്റിച്ചങ്ങ് നടക്കുവാ. പെണ്ണുങ്ങളെയൊക്കെ കാണണം. ഭയങ്കര പരിപാടി. ഇത്രയും ആപ്പ് ഇതൊക്കെയല്ലേ കയ്യിലുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്ക്, യൂട്യൂബ് ഉപയോഗിക്കുന്നത് എന്തിനാ? ഇൻസ്റ്റയൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ പൊട്ടത്തരം കണ്ടോണ്ടിരിക്കും. ഒരു ഒഴിവില്ലാത്തവനെയൊക്കെ കണ്ടോണ്ടിരുന്ന് സമയം കളയും. ഇവിടുത്തെ പെണ്ണുങ്ങൾ എന്തോ ചെയ്ത് ഈ ഡാൻസും കളിച്ച് ഈ കുറച്ച് തുടയോ മുക്കളോ ഇത്രയും ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വ്യൂവും റീച്ചും ഒക്കെ അങ്ങോട്ട് കൂടി അത്ര ഫ്രസ്ട്രേഷൻ. ഒന്ന് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു കാരണം കേട്ടോ ഇതിൻ്റെയൊക്കെ. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യര് ഈ ഡാൻസാ റീല് ഇതാണല്ലോ ലോകത്ത്. വേറെടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളിലൂടെ ആണുങ്ങളാണെങ്കിലും കണക്കാണ് ഇവിടുത്തെ. അവന്മാർ മറ്റേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് ആ മോന്തൊക്കെ ഇട്ട് കാണിക്കുന്നത് കണ്ട കഷ്ടം തോന്നും. എന്തിനെ ഇവരെല്ലാം ഒരു പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാനും പെണ്ണുങ്ങളൊക്കെ ആണിനെ ഇമ്പ്രസ് ചെയ്യാനും വേണ്ടി മാത്രം ജീവിക്കുക, അല്ലാതെ വേറെ ഒന്നിനുമല്ല ഇവരൊക്കെ ഒരു പ്രായം വരെയൊക്കെ ജീവിക്കുന്നത്. ഞാനും അതൊക്കെ പറ്റിയിട്ടുള്ള ആളാണ്, പക്ഷെ അത് ശരിയായില്ലെന്ന് പിന്നീട് തോന്നി. ഓറിയന്റേഷൻ ഇല്ല. എന്നിട്ട് ഡ്രഗ്സ് ആണ് കാരണമെന്ന്. ഇവിടെ 100 പ്രശ്നത്തിനകത്ത് ഒരു പ്രശ്നമാണ് ഡ്രഗ്സ്. ശരിയാണ്, അത് ഒരു പ്രശ്നമേ അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഡ്രഗ്സിന് പ്രശ്നമാണ്, യൂസ് ചെയ്യാൻ അറിയാതെ പോകുന്നത് ഒരു പ്രശ്നമാണ്. ഡ്രഗ്സ് വേണോ വേണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ എടുത്ത് പൊക്കിയാൽ ചിലപ്പോൾ വല്ലതൊക്കെ പറ്റും. എനിക്കിപ്പോൾ പാർക്കർ കണ്ടു. നിങ്ങൾ എന്തെല്ലാം അഡ്വഞ്ചേഴ്സ് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. ബൈക്ക് മറ്റേ സ്റ്റണ്ട് മറ്റേത് മറിച്ചൊക്കെ കണ്ടു, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എളുപ്പം ഇതായതുകൊണ്ട് അങ്ങ് എടുക്കുന്ന. അല്ലാതെ പാർക്കർ ഓടാനായിട്ട് ഞാൻ രാവിലെ ടീ കെട്ടിടത്തിന് മുകളിൽ കൂടെ ഓടിയാൽ ഞാൻ അപ്പം വീണ് ചാവും. അതിന് പാർക്കറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എടുക്കാൻ പറ്റാത്തവൻ്റെ അടുത്ത് എന്തിനാ ഓടുന്നതെന്നുള്ളതാണ്. പ്രാക്ടീസും ഇല്ല, അല്ലെ അറിയത്തും ഇല്ല. ഡ്രഗ്സിനും ഇതൊക്കെ വേണം. ഡ്രഗ്സിനും വേണം ഒരു ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ. അല്ലാതെ ചുമ്മാ അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല ഒന്നും എടുത്ത്. മനസ്സിലായോ? അറിഞ്ഞിരിക്കണം ഇത് എന്താ സാധനം എന്നൊക്കെ. ഡ്രഗ് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ ഇതൊക്കെ വേണ്ടതാണ്. ഡ്രഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കണ്ടുപിടിച്ചതാ, എൻ്റെയാ. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് വേണ്ട കാര്യമാണ്. എല്ലാവരും അറിയണം ഇത് എന്താണ് ഡ്രഗ്സ് എന്നുള്ളത്. മരുന്നുകൾ അതിനെപ്പറ്റി അറിയണം. ഇവിടെ മറ്റേ അവയവ മാഫിയ, മെഡിക്കൽ മാഫിയ, പിന്നെ അല്ലാത്ത മാഫിയ, മറിച്ച മാഫിയ, മട്ടാഞ്ചേരി മാഫിയ. എന്തുകൂടെ ഇത് ഇടയിലാവണ നാണ ഉളുപ്പില്ലാത്തവന്മാരെ ഇറങ്ങിയേക്കോ. മോഹൻലാല്, ഗണേഷ് കുമാർ, തട്ടിപ്പുകാർ, ആൾക്കാരുടെ കണ്ണിപ്പൊടിയിടാൻ നേരത്ത് വരുന്നവർ മാത്രം. ഇവർ കണ്ണിപ്പൊടിയിടാനല്ല വേറെ എവിടെയല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എന്തെങ്കിലും അറിയാമോ? ഇവനൊക്കെ പറയുന്ന മൊത്തം വിട്ടിത്തരമായിരിക്കും. ഇവനൊക്കെ വരുമ്പോഴേ മനസ്സിലായിക്കോണം പൊട്ടത്തരം തുടങ്ങിയെന്ന്. അല്ല എന്തോ ഇവനൊക്കെ പറ്റുന്നത്. ഒരു പൊട്ടത്തരം പറയാൻ വരും. മുകേഷൊക്കെ മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കുറേ സിനിമാടന്മാരെ പിടിച്ച് മന്ത്രിയാക്കിയിട്ടുണ്ട്. സിനിമാടൻ എന്ത് ക്വാളിറ്റിയാണോ എനിക്കറിയത്തില്ല. ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ സിനിമാടന്മാരെ ഇങ്ങനെ ആക്കുന്നത്. വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന രാജ്യത്ത് ഏതെങ്കിലും സിനിമാടൻ ഇങ്ങനത്തെ പൊസിഷൻ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ. ആകെ എനിക്ക് അർണോൾഡിനെ മാത്രമേ അറിയത്തുള്ളൂ. അർണോൾഡ് ശരിക്കും ഒരു സിനിമാടൻ മാത്രവുമല്ല, ഒരു ബോഡി ബിൽഡറും ഒക്കെയാണ്. മിസ്റ്റർ ഒളിമ്പിയ എന്നൊക്കെ പറയുന്ന ആ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടിയ ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? അത് വലിയൊരു കോമ്പറ്റീഷനാണ്. അവർക്ക് പിന്നെ വേറെ കാര്യമുണ്ട്. ഇങ്ങനെ ഇത്രയും ബോഡി ഉണ്ടാക്കുന്ന കുറേ പ്രോട്ടീൻ പൗഡറും അതിനനുസരിച്ചുള്ള കുറേ മെഡിസിനും, അത് കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചും പ്രോട്ടീൻ പൗഡറും കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള മരുന്നുകളും എല്ലാം കൂടെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അവർ ഈ പരിപാടി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇവിടെ ഉള്ളവർ വരെ ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ്സും അടിച്ച് ഉള്ള പ്രോട്ടീൻ പൗഡറും തിന്ന് ഇങ്ങനെ മുഴച്ച് വീർത്ത് അനങ്ങാൻ മേലാതെ പോകുന്ന പോലത്തെ അവസ്ഥയിലോട്ട് എത്തിക്കുന്ന സാധനമാക്കി മാറ്റിയിരിക്കുന്നതും അതിനും അതിൻ്റെ ഒരു അജണ്ടയും പ്രൊപ്പഗണ്ടയൊക്കെ ഉണ്ട്. അത് വേറൊരു ജീവിത രീതി. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടുത്തെ വേറെ സീൻ,
ഈ കാണിക്കുന്ന ഇത്രയും മറ്റേ മേക്കപ്പും കോസ്റ്റ്യൂംസും ഒക്കെ എന്തിനാടോ? മനുഷ്യൻ എന്തിന് ഇത്രയും പൊടിയെടുത്ത് പോകുന്നതൊക്കെ ഇങ്ങനെ ഇടുക? പെണ്ണുങ്ങളിരുന്ന് പൗഡറാന്ന് പണ്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം വേറെ അതിന് ലൈറ്റ് പൊടികളൊക്കെ എടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതൊക്കെ വരച്ച് കൂട്ടി ഈ കഴിഞ്ഞിടയ്ക്ക് വീണ ജോർജ് വലിയ കണ്ടുപിടുത്തം നടന്നത്. ഇപ്പൊ ലിപ്സ്റ്റിക്കിനകത്ത് ഭയങ്കരമായിട്ടായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടാകും. എന്നിട്ട് എന്ത് 5-6 ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് ബാൻ ചെയ്തു. കൊലപാതകങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് ഒരു ബോധവൽക്കരണമൊക്കെ മതി പിള്ളേർക്ക്. അതും വേണം കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ബോധവൽക്കരണം വേണം. ഈ പന്ന പ്രോഡക്ട്സ്, ഇത്രയും കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇറങ്ങുന്ന വേറെ രാജ്യം കാണത്തില്ല ലോകത്ത് എവിടെയും. ഏതായാലും ഫെയർനെസ് ക്രീം കാണത്തില്ല. സായിപ്പിന്റെ അടുത്തും ഫെയർനെസ് ക്രീം ഓടത്തില്ല, നീഗ്രോയുടെ അടുത്തും ഓടത്തില്ല, ബ്ലാക്സിന്റെ ഇടയിലും ഈ ഫെയർനെസ് ക്രീം ഓടത്തില്ല. ഈ പറഞ്ഞ ബ്രൗൺ സ്കിന്നിലാണ് ഈ കളി മൊത്തം. ഇവർക്കാണൊരു വിചാരം അങ്ങോട്ട് ചിലപ്പോൾ വെളുത്തേക്കാം, ഏതെങ്കിലും നീഗ്രോയുടെ അടുത്ത് ഫെയർ ആൻഡ് ലവ്ലി കൊണ്ടുകൊടുത്ത് അവൻ തേച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അതാണ് സ്കിൻ കളറിന്റെ പ്രത്യേകത. സ്കിൻ കളർ മാറുന്നത് ട്രീറ്റ്മെന്റിൽ കൂടെ ഒക്കെ മാറ്റാൻ പറ്റും ഇപ്പോൾ, പക്ഷേ നേരത്തെ അത് പറ്റത്തില്ല. ഈ ക്രീമൊന്നും തേച്ച് വെച്ചുകൊണ്ട് നടന്നൊന്നും ഒരുത്തിനും വെളുക്കത്തൊന്നുമില്ല. പക്ഷെ ഫെയർനെസ് ക്രീം എന്ന സാധനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്തൊരു സാധനം. ആദ്യമൊക്കെ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ തേക്കുന്ന സാധനമാണെന്ന് പറയുവാന്ന്. അത് കഴിഞ്ഞപ്പോൾ ഫെയർ ആൻഡ് എന്താണ് പറഞ്ഞാൽ ഷാറുഖ് ഖാൻ വന്നപ്പോഴത്തേന് ആണുങ്ങൾക്കും വെളുക്കാം. ഇങ്ങനെ തട്ടിപ്പ്, ഈ വക തട്ടിപ്പ്. സൗന്ദര്യം നിങ്ങളെ തേടി വരുമെന്ന് മമ്മൂട്ടി കണ്ട് പറഞ്ഞപ്പോൾ ആരാണ്ട് കൊണ്ട് കേസ് കൊടുത്തിട്ട് മമ്മൂട്ടി നാണം കിട്ടും. മമ്മൂട്ടി പിന്നെ പരസ്യത്തിലേ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയി. മോഹൻലാൽ അങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തേനെ. ഒരു മണ്ടത്തരം കൂടെ പറഞ്ഞേനെ അതിൻ്റെ കൂടെ. അയാൾ ആ മണ്ടത്തരം പറയായിരുന്നു, നഷ്ടപരിഹാരവും കൊടുത്തു, ആള് സ്കൂട്ടായി. അല്ലൊന്ന് ആലോചിക്കേ, അതാണ് ഈ നാട്. ഇവിടെ ഇപ്പൊ ഈ കൊലപാതകങ്ങള് ഇതിനു മുമ്പ് നടന്നതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പിന്നെ മീഡിയക്കാർക്ക് കാശുണ്ടാക്കാനും ഉള്ള ആവശ്യങ്ങൾക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് അവർക്കത് മനസ്സിലാക്കി അവർ അങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്തേക്കാണ്. ഇത് ഇവർക്ക് അത് അവരുടെ പ്രൊപ്പഗണ്ടയാണ്, അവരുടെ അജണ്ടയാണ്, അവരുടെ താല്പര്യമാണ്, അവരുടെ വരുമാനമാണ്, അവരുടെ ജീവിത മാർഗമാണ്. മനസ്സിലായോ? അമേദ്യമ പ്രവർത്തനവും മാധ്യമ അധർമ്മവും നടക്കുമ്പോൾ ഇതെല്ലാം ഇതെല്ലാം സ്വാഭാവികമാണ്, യാന്ത്രികമല്ല.